അങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാണോ? ദൂരം കൂടിയതുപോലെ. എടോ, സത്യത്തിൽ ഇന്ന് ആ സിനിമയുടെ വിളക്ക് കൊളുത്തുമ്പോ എന്റെ മനസ്സിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ഒരു വിളക്കങ്ങ് അണഞ്ഞു പോവാ. ഒന്ന് ശല്യപ്പെടുത്താതിരിക്കോ? ഞാൻ ആ പൂജയുടെ കാര്യം മനസ്സിലിങ്ങനെ. പൂജ പൂജ പൂജ, വേറെ ഒന്നും തനിക്ക് പറയാനില്ലേ? ഒരാളെ ഇങ്ങനെ ജീവനോട് ദീർഘിക്കുന്ന രസം പിടിച്ചു പോയല്ലേ? ശരി, ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഏതെങ്കിലും വണ്ടി വിളിച്ചു പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ശരി, ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് പോവാം. താൻ പറഞ്ഞ വലിയ മാറ്റം ഉണ്ടല്ലോ, സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വലിയ മാറ്റം. അത് ഞാൻ മനസ്സിലാക്കിയല്ലേ പറ്റൂ. വേദനിക്കുന്ന കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ അഭിനയിക്കാൻ പോവാ. ഞങ്ങൾക്കറിയാതെ അഭിനയിക്കാൻ പഠിക്കാൻ പോവാ. ചേച്ചി അഭിനയിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ സമ്മതവും കൊടുത്തു. വരുൺ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇതെന്ത് പണിയാ ഈ കാണിക്കുന്നേ? പ്രിയങ്കെ, നീ സമ്മതിച്ചു കൊടുത്തോ ഇതെല്ലാം? അമ്മ, ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമായത്. എത്ര കരഞ്ഞ് കാല് പിടിച്ചിട്ടാ വരുൺ സമ്മതിച്ചെന്നറിയോ? അച്ഛനും അമ്മയും മുത്തശ്ശിയും സമ്മതിക്കാൻ ഞാൻ എത്ര പൊരുതിയെന്നറിയോ? ആ ഡയറക്ടറുടെ മുൻപിൽ ചെന്നപ്പോ എത്ര നന്നായിട്ടാ ഞാൻ പെർഫോം ചെയ്തെന്നറിയോ? എന്നിട്ടും എന്റെ ഭാഗ്യം ഇല്ലാതാക്കി കളഞ്ഞല്ലോ. മോളെ, ചേച്ചി എപ്പോഴും ഇങ്ങനെയാ, പാവത്തിനെ പോലെ നടക്കും. എനിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നത് ചേച്ചിക്ക് സഹിക്കില്ല. ഞാൻ കണിമംഗലത്ത് വന്നതും ഇത്രയും വലിയ അവസ്ഥയിൽ ജീവിക്കുന്ന ഒന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പറയരുത് മോളെ. നിന്റെ ജീവിതത്തിന് വേണ്ടി അവള് പ്രാർത്ഥിക്കുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അല്ല, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? പ്രിയങ്കയുടെ ജീവിതത്തിന് വേണ്ടി രാധിക ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പ്രിയങ്ക ജീവിക്കുന്നത് കണിമംഗലത്തല്ലേ, അതിന് അവൾക്ക് എന്ത് കഷ്ടപ്പാട്? ഇക്കാര്യത്തിൽ അമ്മ അവളെ ന്യായീകരിക്കണ്ട. അമ്മ ഒറ്റപ്പെട്ടു പോവുള്ളൂ. ചേച്ചി എല്ലാവർക്കും ഇഷ്ടമാ. ചേച്ചി എല്ലാത്തിനും കൂട്ടുപിടിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണല്ലോ. അപ്പൊ ചേച്ചി പറയുന്നതും ഭഗവാൻ പറയുന്നതും ഒരുപോലെയാണെന്നാ എല്ലാരും ചിന്തിക്കുന്ന. സൂത്രത്തില് ചേച്ചി കാര്യം നടത്തിയെടുക്കാൻ ചെയ്യും. മോളെ, നീ പറയുന്ന കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. എന്റെ കാര്യം അല്ലാന്ന്. ഇതിപ്പോ വരുൺ വിചാരിച്ച മുടക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രാധിക അഭിനയിക്കണ്ടെന്ന് വരുൺ തീരുമാനിച്ച വരുണിന്റെ കൂട്ടുകാരൻ പിന്നെ അവളെ സിനിമയിൽ അഭിനയിപ്പിക്കൂ. പക്ഷെ വിചാരിക്കണം. സത്യം പറഞ്ഞ ഇതിനിടയിൽ കൃത്യമായ കളി കളിക്കുന്നത് വരുണ. എങ്ങനെയെങ്കിലും പ്രിയങ്കയെ ദ്രോഹിക്കണം. അതാ വരുണിന്റെ ഉദ്ദേശം. ചേച്ചി ചതിക്കും. അതാർക്കും മനസ്സിലാവാത്ത സമയത്തായിരിക്കും എന്ന് മാത്രം. അമ്മ നോക്കിക്കോ, അതിന് വിട്ട് ചേച്ചിയെ സ്നേഹിച്ചതിനുള്ള കൂലി ചേച്ചി കരുതി വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്കും അച്ഛനും വൈകാതെ അത് മനസ്സിലാവും. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് രാധിക മോളത് തട്ടിക്കളയൊന്നും ഞാൻ കരുതിയില്ല. ആ, വലിയ സ്ഥലത്തല്ലേ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ വാക്ക് കേട്ടാലെന്താ, തട്ടിക്കളഞ്ഞാലെന്താ? ഇനി സിനിമയിൽ അഭിനയിച്ചാലും ചേച്ചി കൂളായിട്ട് ഇവിടെ കയറി വരും. അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ ശ്രീകൃഷ്ണ ഭക്തിയുടെ കഥകൾ പറയും.
അപ്പൊ പിന്നെ ചേച്ചിയെ കൈകൂപ്പി തൊഴാതെ വേറെ മാർഗമില്ലല്ലോ. ഇനി ഇങ്ങോട്ട് വരട്ടെ. പറയാനുള്ളത് എന്താണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇങ്ങോട്ടില്ലാത്ത കരുതലൊന്നും അങ്ങോട്ടും വേണ്ടെന്ന എന്റെ തീരുമാനം. ചേച്ചി ചേച്ചി നോക്കിക്കോ, അമ്മയുടെ മനസ്സിൽ വന്ന ഈ മാറ്റം ഇവിടെയുള്ള ഓരോരുത്തരുടെ മനസ്സിലും ഞാൻ കൊണ്ടുവരും. കൊണിമംഗലത്തെ രാധിക ഇനി കാലുകുത്താൻ പാടില്ല. അതിവിടെ എല്ലാവരും കൂടി തീരുമാനിക്കും. ഞാൻ തീരുമാനിപ്പിക്കും. ആറ്റുവാശ്ശേരിയിൽ, കണിമംഗലത്ത്, നാട്ടിൽ രാധികയെ സ്നേഹിക്കുന്ന ഒരാള് പോലും ബാക്കിയുണ്ടാവാൻ പാടില്ല. ഇനി അതെന്റെ തീരുമാനം. എന്റെ അവസരം തട്ടിയെടുത്തവള് ഞാൻ എറിയുന്ന കുരുക്കിൽ തന്നെ കഴുത്ത് വെച്ച് തരണം. കൊല്ലണം എനിക്ക്. നമ്മുടെ ഹീറോ ദാ വരുന്നുണ്ട്.